അക്ഷയുടെ ഏറ്റവും പുതിയ വീഡിയോ ബ്ലോഗിൽ സാധ്യത നമ്മുടെ മാരുതിയുടെ ബ്രസാഡ വണ്ടിയുടെയാണ് റിവ്യൂ ചെയ്യുന്നത്. ബ്രസാഡ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് ZXA പ്ലസ് ആണിത്. അപ്പം ഈ ബ്രസാഡ ഓഫറും ഡീറ്റെയിലും ഓൺ റോഡ് പ്രൈസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത്. അപ്പൊ നമുക്ക് ബ്രസയ്ക്ക് ടോട്ടൽ 4 വേരിയന്റ് ആണുള്ളത്. LXA, VXA, ZXA, ZXA പ്ലസ്. ZXA തൊട്ട് തന്നെ ഡുവൽ ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം LXA, VXA മോഡൽ ഏത് മോഡൽ എടുത്താൽ നമുക്ക് 1.5 ലിറ്റർ എഞ്ചിന് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. VXA മോഡൽ ഓട്ടോമാറ്റിക് തൊട്ട് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജി വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയന്റ് 21 മൈലേജ് വരുന്ന ഒരു മോഡലാണ് നമുക്ക് ബ്രസ എന്ന് പറയുന്നത്. മാനുവൽ വേരിയന്റിന് 19 എബോ മൈലേജ് ഉണ്ട്. നമുക്ക് ബ്രസാടെ എല്ലാ വേരിയന്റിന്റെ പ്രൈസ് ഒന്ന് ആദ്യം പറയാം. LXA എന്ന് പറഞ്ഞാണ് ഏറ്റവും ബേസ് മോഡൽ. ബേസ് മോഡൽ എടുത്താൽ തന്നെ നിങ്ങൾക്ക് പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് ഒക്കെ നമുക്കിപ്പോൾ ഒരു ആക്സസറി കിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആക്സസറി കിറ്റിനകത്ത് നമുക്കൊരു 45,000 രൂപയുടെ ആക്സസറി നമുക്കൊരു 15,000 രൂപയ്ക്ക് കിട്ടും. ബേസ് മോഡൽ എടുത്താൽ നിങ്ങൾക്ക് ഈ സൈഡ് മിറർ ടേൺ ഇൻഡിക്കേറ്റർ വരും. സെയിം ടയർ സൈസ് തന്നെയാണ്, 16mm ടയർ സൈസ് വരും. റൂഫ് റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും ടോപ്പ് വേരിയന്റിൽ 2 വേരിയന്റാണ് നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നത്. മറ്റ് 2 വണ്ടിയിലും നമുക്ക് പവർ വിൻഡോസിന്റെ ഓപ്ഷനും സെൻട്രൽ ലോക്കിന്റെ ഓപ്ഷനും വരുന്നതായിരിക്കും. ഈ ഡുവൽ ടോൺ കളേഴ്സ് എല്ലാം വരുന്നത് ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് അലോയ് വീൽസ് വരുന്ന ZXA പ്ലസ് ടോപ്പ് വേരിയന്റിലായിരിക്കും അലോയ് വീൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഓൺ റോഡ് വില വരുവാണെങ്കിൽ മാനുവൽ വേരിയന്റിന് 9.5 ലക്ഷം രൂപ തൊട്ട് ഓൺ റോഡ് പ്രൈസ് അവൈലബിൾ ആണ്. അതിന്റെ VXA മോഡൽ വരുമ്പോൾ തന്നെ 11 ലക്ഷം രൂപയും ZXA വരുമ്പോൾ തന്നെ 12.5, 13.5 ഒക്കെയാണ് ഓൺ റോഡ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 13.5 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇതിന്റെ മാനുവൽ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുമ്പോൾ തന്നെ VXA ഓട്ടോമാറ്റിക് തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഹൈബ്രിഡ് ഓപ്ഷനും ഉണ്ട്. ഓൺ റോഡ് പ്രൈസ് അതിന് വരുമ്പോൾ തന്നെ 13 ലക്ഷം രൂപ വരുന്നുണ്ട്. പിന്നെ വരുന്ന അടുത്ത വേരിയന്റ് ZXA ആണ്. ZXA വരുമ്പോൾ തന്നെ 14 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് വരുമ്പോൾ തന്നെ 16.5 ആ ഒരു പ്രൈസ് ഓൺ റോഡ് വരുന്നുണ്ട്. അത് ഈ മാസത്തെ ഓഫറാണ്. അടുത്ത മാസങ്ങളിൽ ഡിസംബർ ആയതുകൊണ്ടാണ് നമുക്ക് ഓഫറും വരുന്നുണ്ട്. 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും 25,000 രൂപയോളം എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ടൈമാണ് ബ്രസ. നമുക്ക് കറന്റ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ബ്രസയ്ക്ക്. അപ്പം ഏറ്റവും ഫുൾ ഓപ്ഷന് വരുന്ന ഫീച്ചറാണ് നമുക്ക് ഈ ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, LED ഹെഡ്ലാംപ്സ്, LED ഫോഗ് ലാംപ്സ് എല്ലാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിൽ 360 ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ മിറേഴ്സിൽ ഇവിടെയും ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് അതിന്. പിന്നെ സൈഡ് മിറേഴ്സിൽ ക്യാമറ വരുന്നുണ്ട്. അത് ഫുൾ ഓപ്ഷന് മാത്രമേ വരുന്നുള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലെ കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കാം. പക്ഷേ ഇതിന്റെ ഡ്രൈവർ സൈഡ് ഡോർസിൽ നമുക്ക് നോക്കാം. 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ ഫോൾഡിങ്, മിറർ കൺട്രോളിംഗ് ഒക്കെ വരുന്നുണ്ട്. 1 ലിറ്റർ ബോട്ടിൽ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡോർസിലൊക്കെ സ്പീക്കേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഇന്റീരിയറിലേക്ക് കടക്കുവാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 360 വ്യൂവിന്റെ കൺട്രോള്, അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓട്ടോ ഓഫ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ വരുന്നത്. നമുക്ക് ഇന്റീരിയറിലെ മറ്റു കാഴ്ചകളിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ബ്രസാഡ ഇന്റീരിയറിലാണ് നമുക്ക് ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. ടിൽറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് വരുന്നത്. ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ആണ്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, മാനുവൽ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങിന് സംവിധാനമുണ്ട്. ജസ്റ്റ് മൊബൈലൊക്കെ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ കീപ്പ് ചെയ്താൽ മതിയായിരിക്കും. ഇവിടെ ചാർജിങ് സോക്കറ്റ്, USB എല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ആണ്, കുറച്ച് ഡീപ്പായിട്ടുള്ള ആംറസ്റ്റ് ആണ്. പിന്നെ ഹബ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ 2 ഹബ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ ഇതിന്റെ നമുക്ക് മാനുവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മാനുവലിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഇതിൽ പാഡി ഷിഫ്റ്റർ വരുന്നുണ്ട്. ജസ്റ്റ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് സ്ക്രീൻ വരുന്ന 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ്. ഇത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് എല്ലാം വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് 360 വ്യൂ ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫുൾ ഡയമെൻഷനുള്ള വ്യൂ നമുക്ക് അകത്തിരുന്നതിനെ കിട്ടും. സറൗണ്ടിങ് ഈ ഫുള്ള് കിട്ടുന്നതായിരിക്കും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് വയർലെസ് ആയിട്ടെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. സുസുക്കി കണക്ട് ഒക്കെ നമുക്ക് ഇൻബിൽറ്റ് ഉണ്ട്. പിന്നെ വരുന്ന ഫീച്ചറാണ് നമുക്ക് ഓട്ടോ AC ആണ് വരുന്നത്. ഓട്ടോ AC വരുമ്പോൾ തന്നെ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യേണ്ട അതിന്റെ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ വരുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക്, സിൽവർ, ബ്രൗൺ ഈ ഒരു തീമിന്റെ കോമ്പിനേഷൻ ആണ്. ഇവിടെയൊക്കെ നമുക്കൊരു നല്ലൊരു ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രീമിയം ടച്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇൻസൈഡ് മിറർ എന്ന് പറയുന്ന ഓട്ടോ ഡിമിംഗ് ഫംഗ്ഷൻ ഉണ്ട്. ഓട്ടോ ഡിമിംഗ് ഫംഗ്ഷൻ ഉണ്ട്. പുറകിൽ നിന്ന് ഒന്ന് വെട്ടം അടിക്കുന്നൊന്നും പറ്റത്തില്ല. ഇതിന്റെ ZXA പ്ലസ് മോഡലുകൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഈ പോർഷൻ ഒന്ന് നമ്മൾ സ്ലൈഡ് ഹാൻഡ് കൊണ്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആയിക്കോളും, തുറന്നു വന്നോളൂ. നമുക്കത് ഇത്രയും വരെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കയറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും.
പിന്നെ ഇതിനകത്ത് ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. ഇതിന്റെ ZXA പ്ലസ് എന്ന് പറഞ്ഞ പേരിന് തൊട്ട് തന്നെ നമ്മൾ 6 എയർ ബാഗ് വരുന്നുണ്ട്. ബാക്കി വേരിന്റെ എല്ലാം 2 എയർ ബാഗ്സ് ആണ് വരുന്നത്. ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ABS ബ്രേക്ക് ആണ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിയർ ക്യാമറ എല്ലാ ഫംഗ്ഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിലത്തെ സീറ്റിന്റെ കംഫോർട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ബ്രസാഡ് ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അണ്ടർ 4 മീറ്ററിലുള്ള വണ്ടിയാണ് നമുക്കിത്. എന്നിട്ട് പോലും നമുക്ക് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് നമുക്ക് ബ്രസയുടെ ഫുൾ ഓപ്ഷൻ വേരിയന്റുകളിലെല്ലാം നമുക്ക് മിഡിൽ ഇരിക്കുന്ന ആൾക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. 2 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. മിഡിൽ ഇരിക്കുന്ന പാസഞ്ചർ സെപ്പറേറ്റ് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. പിന്നെ നമുക്ക് റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. റിയർ AC വെന്റ്സിൽ തന്നെ നമുക്ക് മാനുവലി അതിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളുകൾ വരുന്നുണ്ട്. 2 പേർക്കും സെപ്പറേറ്റ് AC വെന്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. C ടൈപ്പ്, USB ടൈപ്പ് 2 ടൈപ്പിൽ ചാർജിങ് വെക്കാം. പിന്നെ ഡോർസിന്റെ ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കവറൊക്കെ ഉണ്ടെങ്കിൽ തൂക്കിയിടാനായിട്ടൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്നതിന്റെ ഹെഡ് റൂം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു ഹൈറ്റില്ല നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം പൊക്കമുള്ള ഒരാൾ പുറകെ ഇരുന്നാൽ പോലും നമുക്ക് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ്. പിന്നെ അംറസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ലൊരു മിഡില് നമുക്ക് പ്രീമിയം ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഇനി നമുക്ക് ലോൺ എടുക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ലോൺ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, നമുക്ക് ഏത് ബാങ്കിൽ നിന്ന് എടുക്കണം, എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് ഇൻകം സോഴ്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് SBI, ഫെഡറൽ ബാങ്ക് ഒക്കെയാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ വരുന്നത്. പിന്നെ നമുക്ക് നോൺ നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്. അത് നോൺ ഇൻകം പ്രൂഫ് ആയിട്ടുള്ള കസ്റ്റമർക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇപ്പൊ ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDFC, ICICI പോലത്തെ ബാങ്കുകളുണ്ട്. ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് സിബിലിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നേരത്തെ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് പെൻഡിങ് ഒക്കെ ആവുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത കുറച്ച് ബാങ്കുകളുണ്ട്. സുന്ദര ഫിനാൻസ് പോലത്തെ ഫിനാൻസിങ് കമ്പനികളുണ്ട്. ചോളമണ്ഡലം പോലെ ഫിനാൻസിങ് കമ്പനികളുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണേൽ ലോൺ ചെയ്യാം. നിങ്ങൾക്ക് അതിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഹേന്ദ്ര പോലത്തെ ഫിനാൻസിങ് കമ്പനികളുണ്ട്. എവിടെ നിന്ന് വേണേലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങളിപ്പോ ഒരു പഴയ വണ്ടി ഒരു 7 ലക്ഷം രൂപയ്ക്കോ 6 ലക്ഷം രൂപയ്ക്കോ എടുക്കാനിരിക്കുന്ന ഒരാള് നിങ്ങൾ സെക്കൻഡ് വണ്ടി എടുക്കുന്നതിനെക്കാട്ടും നല്ല നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് ഇടുമ്പോൾ തന്നെ ഡബിൾ ആണ് നമുക്ക് ഈ ഒരു ഫിനാൻസിങ്ങിന്റെ ഇത് വരുന്നത്. ഏറ്റവും ബെറ്റർ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുക്കുന്ന, അല്ലെ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതായിരിക്കും. കാരണം ഇൻട്രസ്റ്റ് അവർക്ക് കുറവായിരുന്നു. ഒരു 8.85 തൊട്ടായിരിക്കും ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും മികച്ച ഓഫറുമായിട്ടാണ് മാരുതി ബ്രസ നമുക്ക് ഡിസംബർ മാസം വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 2 പേരിന് എടുക്കുന്നവർക്ക് അർബാന കിറ്റ് എന്ന് പറഞ്ഞ കിറ്റ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. LXA മോഡൽ എടുക്കുന്നവർക്ക് ഒരു 45,000 രൂപയോളം വരുന്ന കിറ്റാണ് നമുക്കൊരു 15,000 രൂപയ്ക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വരും. ഫോഗ് ലാമ്പ്, ടച്ച് സ്ക്രീന്, ക്യാമറ, സൈഡ് ബീഡിങ്, റെയിൻ ഗാർഡ് എല്ലാം ഉൾപ്പെടെ ഒരു കിറ്റാണ് വരുന്നത്. ഇപ്പൊ എടുക്കുന്നവർക്ക് അത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ VXA മോഡൽ എടുക്കുന്നവർക്ക് ഒരു 25,000 രൂപയുടെ കിറ്റ് 3,500 രൂപയ്ക്ക് കിട്ടും. ZXA പ്ലസ് ഓപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് 25,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും 25,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത്. ടോട്ടൽ 50,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഒരു 15 തീയതി കഴിഞ്ഞാൽ ഫാക്ടറി ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി കയറുന്ന വണ്ടികൾ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടത്തുള്ളൂ. ജനുവരി ആയ തൊട്ട് തന്നെ 3%, 4%ഓളം പ്രൈസ് ഹൈക്കാണ് മാരുതി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ന്യൂസ് പേപ്പറിലൊക്കെ ഓൾറെഡി വന്ന് കാണും. നിങ്ങളിപ്പം ബ്രസ പോലത്തെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു. കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കുകൾ അവൈലബിൾ ഉള്ളൂ. ഏറ്റവും നമുക്ക് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് നമുക്ക് മാരുതി ബ്രസ എന്ന് പറയുന്ന വണ്ടി. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യ വിൽക്കപ്പെടുന്ന ഒരു വണ്ടിയും കൂടാണ് മാരുതി ബ്രസ. ഇതിന് 4 സ്റ്റാർ എബോ റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിലുള്ള ഒരു മോഡലും കൂടാണ് മാരുതി ബ്രസ വരുന്നത്. 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി 9 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെയിം വണ്ടി തന്നെ. നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ അലോവിയിലൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ അതേ ഒരു ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നമുക്ക് മാരുതി ബ്രസ. അപ്പൊ ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വണ്ടി തിരിച്ചെത്തുന്നതായിരിക്കും.